ഏവർക്കും നമസ്കാരം. മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം 13-ാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം 29-ാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ്. കഴിഞ്ഞ 2.5 വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഇനി ഒരു 2.5 വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു. മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ മാർച്ച് മാസം 15-ാം തീയതി മുതൽ ഏപ്രിൽ 13 വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ 2-ാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് 3-ാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ശനി മാർച്ച് 28 വരെയും കുംഭത്തിലും തുടർന്ന് 29-ാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി കുംഭക്കൂറുകാരുടെ മാസഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സൂര്യൻ സഞ്ചരിക്കുക. 2 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു. 2 എന്നത് ധനസ്ഥാനം, വാക്സ്ഥാനം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവങ്ങൾക്ക് ദോഷത്തെ വരുത്താം. തൽഫലമായി സാമ്പത്തിക നഷ്ടങ്ങൾ, ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ പരുഷമായ ഭാഷണം മൂലം തർക്കങ്ങൾ, വിവാദം എന്നിവയും സൃഷ്ടിക്കപ്പെടാം. എന്നാൽ ഈ കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസവും ഈ മാസം വന്നു ഭവിക്കുന്നുണ്ട്. ഈ കൂറുകാർ 2.5 വർഷമായി അനുഭവിക്കുന്ന ജന്മശനി മാറുന്നു എന്നതാണ് ആ ആശ്വാസം. മാർച്ച് മാസം 29-ാം തീയതി ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജന്മശനിയുടെ ദുരിതങ്ങളെ അപേക്ഷിച്ച് 2-ലെ ശനിക്ക് ദുരിതങ്ങളുടെ കാഠിന്യം നന്നേ കുറയും. തൽഫലമായി ഈ കൂറുകാർ അനുഭവിച്ചു വന്നിരുന്ന രോഗദുരിതങ്ങൾ, മാനസിക ശാരീരിക ക്ലേശങ്ങൾ എന്നിവയ്ക്കെല്ലാം അയവ് വന്ന് ഇവർക്ക് വലിയ അളവിൽ ഒരു ആശ്വാസം ലഭിക്കും. എങ്കിലും 2-ാം ഭാവം എന്നത് ധനത്തെ കുറിക്കുന്നതിനാൽ 2-ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്നത് അമിതമായ ചെലവുകളെയും സാമ്പത്തികമായ പ്രതിസന്ധികളെയും സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ ധനപരമായ ക്രയവിക്രയങ്ങളിലും ഇടപാടുകളിലും നല്ല കരുതലും നിയന്ത്രണവും ഈ കൂറുകാർ ശനി 2-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലത്ത് പുലർത്തേണ്ടതാണ്. ചൊവ്വ ഈ കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുമ്പോൾ 6-ാം ഭാവം ഇഷ്ടഭാവം ആകുന്നു. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ, അലസത എന്നിവയും വന്നു ഭവിക്കാം. എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. 6-ാം ഭാവം എന്നത് ശത്രുക്കൾ, രോഗം, കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു. എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ല ഗുണങ്ങളെയാണ് സമ്മാനിക്കുക. ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരും. ശത്രുക്കൾ ഈ സമയത്ത് നിഷ്പ്രഭർ ആകും. നല്ല ആത്മവിശ്വാസം, പ്രതികൂല സാഹചര്യങ്ങളിലും നേരിടാനുള്ള ആത്മബലം, ഊർജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് ചൊവ്വ നൽകുന്ന ഗുണാനുഭവങ്ങളാണ്. വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും. ബുധൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2-ാം ഭാവം എന്നത് ധനഭാവമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു. 2-ാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ബുധൻ നീചസ്ഥിതൻ ആണെങ്കിലും ഗുണബലങ്ങളെ പ്രദാനം ചെയ്യും. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം 2-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങളാണ്. കൂടാതെ വാക്സ്ഥാനമായ 2-ലൂടെ
ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം, വാക്ചാരുത, നല്ല ആശയവിനിമയം എന്നിവയെ എല്ലാം നൽകും. ബുധൻ എന്നത് കുംഭക്കൂറുകാരുടെ 5-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനും ആകുന്നു. 5-ാം ഭാവം എന്നത് സന്താനഭാവമെന്ന് അറിയപ്പെടുന്നു. കൂടാതെ വിദ്യ, പഠനം, ഏകാഗ്രത, ബുദ്ധിശക്തി, ഓർമ്മശക്തി, സർഗാത്മകത എന്നിവയെ എല്ലാം കുറിക്കുന്നതും 5-ാം ഭാവം കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ 5-ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വിദ്യാഗുണം, പഠനത്തിൽ മികവ്, ഏകാഗ്രത എന്നിവയെ എല്ലാം നൽകും. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നു. വ്യാഴം 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, രോഗം, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ നിലവിൽ 2-ാം ഭാവാധിപനായ വ്യാഴം സുഖസ്ഥാനമായ 4-ലും 4-ാം ഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ ധനഭാവമായ 2-ലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്നു. ഇത് വളരെയധികം നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. തൽഫലമായി വ്യാഴം ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ മാനസികമായ സംഘർഷങ്ങൾ, കുടുംബാംഗങ്ങൾ അനുഭവിച്ചു വരുന്ന രോഗാരിഷ്ടതകൾ എന്നിവയ്ക്കെല്ലാം അറുതി വന്ന് സന്തോഷം, സമാധാനം എന്നിവയെല്ലാം വ്യാഴം നൽകും. ശുക്രൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുക. 2-ാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ്. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും. ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത്. കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം, ഐക്യം, സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകും. ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ സൗമ്യമാകും. കലാ, സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാകും ഇത്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ബുധനും ശുക്രനും പൂർണ്ണമായും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും. ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴവും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകും. എന്നാൽ സൂര്യൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നതാണ്. ചൊവ്വ മാസത്തിൻ്റെ 2-ാം പകുതി അനുകൂലനായി ഭവിക്കുന്നു. ശനിയുടെ ദോഷാവസ്ഥയായ ജന്മശനി കാലവും 7 ശനി ദുരിതങ്ങളുടെ കാഠിന്യമേറിയ കാലവും മീനമാസം പകുതിയോടുകൂടി മാറുന്നു എന്നത് ഈ കൂറുകാർക്ക് നൽകുന്നത് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാകുന്നു. കൂടാതെ ശനിയുടെ ദോഷാവസ്ഥയായ ജന്മശനി കാലവും 7 ശനി ദുരിതങ്ങളുടെ കാഠിന്യമേറിയ കാലവും മീനമാസം പകുതിയോടുകൂടി മാറുന്നു എന്നത് ഈ കൂറുകാർക്ക് നൽകുന്നത് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാകും. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.